വിഷയം പഠിച്ചിട്ട് സംസാരിക്കണം. പഠിക്കാനൊന്നുമില്ല, അതൊക്കെ എന്ത് പഠിക്കാനാണ്? അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ ചോദിച്ചാൽ മോശമല്ലേ? ഞാനെന്തോ ചോദ്യം ഒഫീഷ്യൽ സ്വീകരണം സ്വീകരിച്ച് വന്നതാണല്ലോ, അത്രയും ബ്ലോഗർമാർ വന്നായിരുന്നല്ലോ. അത് വിശദമായിട്ട് പറയാന്ന്, വിശദമായിട്ട് പറയാം. പിന്നീട് സംസാരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാനിത് കേരളത്തിൽ മാത്രമല്ല പല സ്റ്റേറ്റുകളുടെയും പ്രൊമോഷൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ചാരപ്രവൃത്തി ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നമ്മൾ കൊണ്ടുവന്നുള്ള സ്വാഭാവികം. അത് ഉറപ്പല്ലേ? ഒന്ന് ഇറങ്ങി തരാം. അതെ അതെ, പല ബ്ലോഗർമാർ വന്നിരുന്നു, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് പ്രൊമോഷൻ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നു. അതിനകത്ത് ഇവരും ഉൾപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതില്? അവർ കേരളത്തിൽ വന്ന് വ്ളോഗ് ചെയ്ത് മടങ്ങി അതേതെങ്കിലും തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ല രാജ്യത്തിന്റെ സുരക്ഷ ബാധിക്കും, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ നിലവില്? അല്ലല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആണെന്നാണ് നിങ്ങളെ അഭിപ്രായം? ബാക്കി ജനങ്ങൾക്ക് അറിയാന്നതില് വെറുതെ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ. ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? അങ്ങനെയല്ല, ഇവർ ഇതിന് ശേഷമാണല്ലോ ഇവർ പിടിയിലാകുന്നത്. അതിനുശേഷം പിടിയിലായ ശേഷം ഇവരെടുത്ത് വ്ളോഗ് വഴി നമുക്ക് എന്തെങ്കിലും നമ്മൾ നല്ലൊരു ലക്ഷ്യത്തോടെയാണല്ലോ ഇവരെ കൊണ്ടുവന്നത്. ആ ഉദ്ദേശ ലക്ഷ്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ ഇവർ വന്നത്? അല്ല, നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ ഇതിലൊക്കെ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നത് പറയും, എന്നാ പിന്നെ എളുപ്പമില്ലേ? അല്ല, നമ്മളിങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിമ്പിളല്ലേ? നമുക്ക് പിന്നെ നോക്കാം, പിന്നെ സംസാരിക്കാം. വേറെ എന്തെങ്കിലും ഇനി ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ജാഗ്രത നമ്മൾ നോക്കുക. കാരണം വരുന്ന ആളുകൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പരിശോധിക്കുക. കുറേ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. ഇതുവരെ എങ്ങനെയാണോ ഇത് തുടർന്നത് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത്. അതല്ലേ ഇതിൽ വന്നിട്ടുള്ളൂ. ഇവരുടെ വീഡിയോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ? ഈ ജ്യോതി മൽഹോത്ര കേരളത്തിന് വേണ്ടി മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ പല സ്റ്റേറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേരളം. നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിക്കാനുള്ള ഉദ്ദേശം എന്താ? എനിക്ക് മനസ്സിലായില്ല. അവരിവിടെ കേരളത്തിൽ വന്നു, അതായത് ഇവർ നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ? വന്ന ഒരാളെ ആണല്ലോ ഈ കേസ്. അല്ല,